ഓടാത്ത ബസ്സിന് ഓൺലൈൻ ബുക്കിംഗ്. കണ്ണൂർ ഡിപ്പോയിൽ യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തി KSRTC. 7:15 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട ബസ് ഇല്ല എന്നറിയിച്ചത് യാത്രക്കാർ ഡിപ്പോയിൽ എത്തിയപ്പോഴാണ്. ഒരു പ്രതികരണം ലഭ്യമാവുന്നു. ആദ്യം അതിലേക്ക്. KSRTC വെബ്സൈറ്റ് ബുക്ക് ചെയ്തത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ 7:15 വണ്ടി എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. അതിന് ട്രാക്ക് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല. ഇവര് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു, എല്ലായിടത്തേക്കും വിളിച്ചു, ഒരു സ്ഥലത്തും വണ്ടി എവിടെയാണെന്ന് അറിയില്ല. ഒരു വോൾവോ ബസ് കാണാനില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അതായത് പിന്നെ ഇവർക്ക് ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റും ഇല്ല വേറെ വണ്ടി റെഡിയാക്കാനായിട്ട്. ഇവിടെ വന്നിട്ട് ഇവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ബസ്സിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞത്. 7:15 ഇങ്ങനെ ഒരു വണ്ടിയുള്ള കാര്യം ഇവിടെ കാര്യം അറിയില്ല എന്ന് പറയുന്നത്. അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി ഇതുവരെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് പോകാൻ വേണ്ടി ചെയ്തു. ഞാൻ സ്വിഫ്റ്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്തു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ യാത്രക്കാരിൽ നിന്ന് ബുക്കിംഗ് എടുത്തു, പക്ഷേ ഈ യാത്രക്കാരെത്തിയപ്പോൾ പോകാൻ വാഹനമില്ല. എന്താണ് സംഭവിച്ചത്? KSRTC എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? പകരം സംവിധാനം ഒരുക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ യാത്രക്കാരെ പെരുവഴിയിലാക്കുന്ന നടപടിയാണല്ലോ ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ, റീജിത്ത്, വൈകിട്ട് 7:15 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട KSRTC സ്വിഫ്റ്റ് വോൾവോ ബസ്സിനാണ് ഈ യാത്രക്കാർ ബുക്ക് ചെയ്തത്. അത് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തവരുണ്ട്, അതോടൊപ്പം ഈ KSRTC കണ്ണൂർ ഡിപ്പോയിൽ നേരിട്ടെത്തി ബുക്ക് ചെയ്തവരുണ്ട്. അത് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല, എറണാകുളം, തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട യാത്രക്കാർ ഇവിടെ കണ്ണൂർ ഡിപ്പോയിൽ വന്നിരുന്നു. 7:15 പുറപ്പെടേണ്ട ബസ്സാണ്, വോൾവോ ബസ്സാണ്. അത് പ്രതീക്ഷിച്ചാണ് യാത്രക്കാർ കണ്ണൂർ ഡിപ്പോയിലേക്ക് എത്തിയത്. പക്ഷേ ഈ ഡിപ്പോയിൽ എത്തിയതിനു ശേഷം ആണ് അങ്ങനെ ഒരു ബസ് ഇന്നില്ല, സർവീസ് ഇല്ല എന്ന കാര്യം യാത്രക്കാരെ അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ ഡിപ്പോയിൽ നിന്ന് കൃത്യമായ മറുപടിയോ വ്യക്തതയുള്ള ഒരു കാര്യമോ പറഞ്ഞില്ല എന്ന പരാതിയും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതായത് പകരം സർവീസ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊന്നും ആദ്യം അവരുടെ ഭാഗത്തുനിന്ന്, KSRTC ഡിപ്പോയുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായില്ല. പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് വന്ന് കണ്ണൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തേണ്ട ബസ്സാണ്. പക്ഷെ അത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് വന്നിട്ടില്ല എന്ന മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത്. പകരം സംവിധാനം അവർക്ക് ഒരുക്കി നൽകുമെന്ന് പറഞ്ഞത് 1.5 മണിക്കൂറിന് ശേഷമാണ്. 1.5 മണിക്കൂർ സമയം ഇവർക്ക് കൃത്യമായ ഒരു മറുപടി ലഭിക്കാതെ ഡിപ്പോയിൽ വന്ന്, അതായത് പല അത്യാവശ്യങ്ങൾക്കും ഒക്കെയായി യാത്ര ചെയ്യേണ്ട യാത്രക്കാരാണ് ഇങ്ങനെ പെരുവഴിയിലായത്. എന്തായാലും ഇപ്പോൾ പകരം സംവിധാനമായി KSRTC ഒരുക്കിയിട്ടുള്ളത് കോഴിക്കോട് വരെ ഒരു ജനറൽ ബസ്, ഇവർ വോൾവോ ബസ്സിലാണ് ബുക്ക് ചെയ്തത്. കോഴിക്കോട് വരെ ഒരു ജനറൽ ബസ്സിൽ ഇപ്പോൾ അവർക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് മറ്റൊരു സംവിധാനം ഒരുക്കും എന്നതാണ് ഇപ്പോൾ. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. യാത്രക്കാരെത്തിയപ്പോൾ ബസ്സില്ല, പിന്നീട് 1 മണിക്കൂറിന് ശേഷമാണ് പകരം സംവിധാനം ഒരുക്കാം എന്നുള്ള കാര്യം KSRTC അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.